ആദ്യത്തെ ടെസ്റ്റ് സ്ക്രീനിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പോൾ 200 മാർക്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSC CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ ഏറ്റവും നല്ല സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസറും പ്രിവെൻറ്റീവ് ഓഫീസറും കസ്റ്റംസ് ഓഫീസറും എക്സൈസ് ഓഫീസറും CBI NIA അങ്ങനെയൊക്കെയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെയധികം സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് SSCയുടെ CGL എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ SSCയുടെ CGL നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. എക്സാം നമുക്ക് ഓൾമോസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് വരാതിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ CGL കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ ഡിലേ ആയിട്ട് വരാൻ പല റീസൺസ് കൊണ്ട് ഡിലേ ആയിട്ട് വന്നു, വേക്കൻസീസും ബാക്കിയുള്ള റിപ്പോർട്ട് ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ശരിക്കും വരാനിരുന്ന മാർച്ചിലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് മെയ് അവസാനം ആയപ്പോഴാണ് വന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ചുകൂടി പഠിച്ചുകൊണ്ടിരുന്നവർക്ക് കുറച്ചുകൂടി സമയം കിട്ടി. കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയവർ അവർക്കും കുറച്ചുകൂടിയൊക്കെ സമയം കിട്ടി ഈ ഒരു എക്സാംസിന് വേണ്ടി. ബട്ട് ഡെഫിനറ്റ്ലി അത്രയും നല്ലൊരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയവർക്ക് കിട്ടിയില്ലെങ്കിലും നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ഡെഫിനറ്റ്ലി ഒരു സമയം കിട്ടി CGLന്റെ എക്സാമിന് വേണ്ടി. പക്ഷേ കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയവർക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഇനി വരാതിരിക്കുന്ന എക്സാംസ് അത് കാരണം ഡിലേ ആയി. അതുകൊണ്ട് തന്നെ ആ എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നല്ലപോലെ എഴുതാനുള്ളൊരു ചാൻസ് കൂടിയാണ് അപ്പോൾ കിട്ടുന്നത്. ഇനി നമ്മുടെ എന്താ പറയുക, നമ്മുടെ CGL എക്സാംസിലേക്ക് വരുമ്പം വേറെയും ചില ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ദാറ്റ് ഗസറ്റഡ് പോസ്റ്റുകളുണ്ട് നമ്മുടെ CGLന്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ കുറേ നാളായിട്ട് വിളിക്കാതിരുന്ന ഗസറ്റഡ് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് കഴിഞ്ഞ വർഷം 2 പുതിയ പോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഒരു 40ഓളം പോസ്റ്റുകളിലാണ് ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C കാറ്റഗറി വരുന്ന സിവിൽ സർവീസിൻ്റെ ഒക്കെ തൊട്ട് താഴെ വരുന്ന ഗ്രൂപ്പ് B തൊട്ട് ഗ്രൂപ്പ് C കാറ്റഗറി വരെയുള്ള പോസ്റ്റുകളാണ് നമ്മുടെ SSC CGL എക്സാം വഴി ഫില്ല് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതേ SSC CGL എക്സാമിനെ കുറിച്ചാണ്. പക്ഷേ 2026 CGL എക്സാമിനെ കുറിച്ചല്ല, 2027 CGL എക്സാമിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഈ CGL എക്സാം 2027 CGL എക്സാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയാൻ കാരണം എന്നാൽ 2026 CGL എക്സാമിനെ കുറിച്ച് നമ്മൾ 2025 CGL എക്സാമിൻ്റെ സമയത്ത് തന്നെ ഒരു ഹാഫ് ഇയർ 2025 സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അതിന് റീസൺ വളരെ സിമ്പിളാണ്. അത്യാവശ്യം ഇതിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് അറിയാം ദാറ്റ് ഈ എക്സാംസ് ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചിട്ട് കാര്യമില്ല. ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആ എക്സാം എഴുതാൻ റെഡി ആയിരിക്കണം. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ 1.5 മാസത്തിനകത്ത് എക്സാംസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ CGL പോലത്തെ ഒരു വളരെ നല്ല പോസ്റ്റിലേക്കുള്ള എക്സാംസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫാക്ട് ഒരു സിലബസ് കവർ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഒരു 4 തൊട്ട് 6 മാസം സമയം വേണം. പിന്നെ അത് കൂടാതെ ഒരു പ്രോപ്പർ പ്രിപ്പറേഷന് വേണ്ടി പിന്നെ 2-3 മാസം കൂടി വേണം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും റിവിഷൻ ചെയ്യാനും ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഒക്കെ വേണ്ടി. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മുടെ SSC CGL 2027 എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എക്സാമിന് വേണ്ടി ഇപ്പം ആദ്യമായിട്ടൊക്കെ പഠിച്ച് തുടങ്ങുന്നത് CGL എക്സാമിന് വേണ്ടിയാലും ശരി, SSC എക്സാംസിന് വേണ്ടിയാലും ശരി, ഈവൻ ഏതൊരു എക്സാമിന് വേണ്ടിയാലും ശരി, ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CGLന്റെ എക്സാംസിലേക്ക് വരുമ്പം നമുക്കറിയാം SSC എക്സാംസ് എന്ന് പറയുന്നതിന് ഒരു വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്. അതിലും SSCയുടെ CGL എക്സാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 12,000+ ഏറ്റവും നല്ല പോസ്റ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു 2027 ആയാലും ശരി നമ്മുടെ CGL എക്സാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 20 to 30 lakh കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അറൗണ്ട് ഒരു 30 lakh കാൻഡിഡേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 30 ലക്ഷം വരെ എഴുതാൻ പോകത്തില്ല. ഒരു 12 തൊട്ട് 14 ലക്ഷം ആൾക്കാരൊക്കെയാണ് അതിൽ നിന്ന് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 50% അടുപ്പിച്ച ആൾക്കാരെ എക്സാം എഴുതാൻ വേണ്ടി പോകുള്ളൂ. ലെസ് ദാൻ 50% ആൾക്കാരാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിലും എക്സാം എഴുതാൻ പോകുന്നതിലും കോമ്പറ്റീഷൻ എപ്പോഴും എന്തായിരിക്കും, ഒരു ടോപ്പ് 10% ഒരു 1.5 ലക്ഷം 2 ലക്ഷം അവരെ തമ്മിലായിരിക്കും ഏറ്റവും ടോപ്പ് കോമ്പറ്റീഷൻ വരുന്നത്. ബാക്കി എല്ലാവരും ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എക്സാമിലേക്ക് പോകുന്നത്. ഒരുപാട് പേരും ചിലപ്പോൾ 1 മാസമോ 2 മാസമൊക്കെ പഠിച്ചിട്ടായിരിക്കും എക്സാമിൽ പോകുന്നത്. ചിലർ ചുമ്മാ എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുന്നവരുണ്ട്. പ്രോപ്പർ പ്രിപ്പറേഷൻ ലോങ് ടേം നല്ലൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ എന്ന് പറയുന്ന ഒരു ടോപ്പ് 10% മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം 30 ലക്ഷം പേര് അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ എക്സാം എഴുതാൻ പോകുന്ന ഒരു 14 ലക്ഷം പേരാണെങ്കിൽ അതിലൊരു 1 ലക്ഷം പേര് 1.4 1.5 ലാക്ക് ആൾക്കാരെ അതിൽ ഏറ്റവും ടോപ്പ് ആൾക്കാർ മാത്രമേ അവർ തമ്മിലാണ് ശരിക്കുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നേരത്തെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇപ്പം എത്രയും കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുന്നെങ്കിലും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് സീറ്റ്സ് ആണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്. അതും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സീറ്റ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അതേപോലെ തന്നെ കൂടുതലാണ്. വളരെ ലോങ് ടേം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ്. ഇനി
പാസീവ് സ്റ്റഡി ഇസ് നോട്ട് ഇനഫ്. നമ്മളിപ്പം പറഞ്ഞ പോലെ ചുമ്മാ എക്സാമിന് ഒരു മാസം 2 ദിവസം 3 ദിവസം മുമ്പ് ചുമ്മാ ഒന്ന് എന്തെങ്കിലും നോക്കിയിട്ട് പെട്ടെന്ന് എക്സാമിന് പോയി കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല സീജണൽ എക്സാം എന്ന് പറയുന്നത്. അത് വളരെ എന്താ പറയുക, എന്തൊക്കെയാണ് ചോദിക്കുന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കി, അതിൻ്റെ എക്സാമിൻ്റെ സ്ട്രക്ചർ നല്ലപോലെ മനസ്സിലാക്കി, അതിൽ വരുന്ന അപ്ഡേറ്റ്സ്, ഓരോ വർഷവും വരുന്ന അപ്ഡേറ്റ്സ് നല്ലപോലെ മനസ്സിലാക്കി, അത് ജസ്റ്റ് എന്താ പറയുക, കുറേ ബുക്കും വായിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല. ഒരുപാട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എക്സാമിൽ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറഞ്ഞ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനും ഡെഫിനറ്റ്ലി ഒരു വളരെ നല്ലൊരു സമയം വേണം നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ജോലി കിട്ടുന്ന ആരും തന്നെ 2 മാസം കൊണ്ട് പഠിച്ചിട്ട് പോയി എക്സാം എഴുതുന്നവരല്ല ഈ ജോലി വായിക്കുന്നത്. വളരെ ഏർലി പഠിച്ച് തുടങ്ങുന്നവരാണ് ഡെഫിനറ്റ്ലി ഈ എക്സാംസ് ഏറ്റവും നല്ലപോലെ എഴുതി ക്ലിയർ ചെയ്യുന്നത്. ഒരു മിനിമം ഒരു 6 to 9 months ഓഫ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഓൾറെഡി അറിയണം. പലരും പറയുന്നതാണ് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് നോക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെ എക്സാംസിന് സിലബസ് പോയിട്ട് ആ സിലബസിൻ്റെ 25% പോലും കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാമും ഉണ്ട്. അപ്പം ഇത് പ്രോപ്പർലി ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വളരെ ഏർലി നേരത്തെ തന്നെ തുടങ്ങി നമ്മൾ ആ ഒരു എക്സാമിൻ്റെ സിലബസ് അത്യാവശ്യം നല്ലപോലെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ടോപ്പിക്സിലേക്ക് അത്യാവശ്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കുക. ഒരുപാട് മന്ത്സിൻ്റെ കൺസിസ്റ്റന്റ് എഫോർട്ടാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് വളരെ നേരത്തെ തുടങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒരു സിംഗിൾ എക്സാമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സബ്ജക്റ്റോ അങ്ങനല്ല. നമുക്കറിയാം കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്, 2 ഫേസിലായിട്ട് എക്സാം നടക്കുന്നത്. ശരിയാണ്, ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, പക്ഷേ നമുക്കവിടെ ഡെഫിനറ്റ്ലി 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ആദ്യത്തെ ടെസ്റ്റ് സ്ക്രീനിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പോൾ 200 മാർക്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 137 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, അറൌണ്ട് 136 പോയിന്റ് സംതിങ്. അപ്പോൾ ഈ വർഷം നമ്മുടെ കട്ട് ഓഫ് 200 അറൌണ്ട് ആ ഒരു കട്ട് ഓഫിനേക്കാളും കുറച്ചുകൂടി താഴെ ആയിരിക്കും. ബിക്കോസ് ഈ വട്ടം വന്ന കുറെ ചേഞ്ചസ് ഉണ്ട്, അത് കാരണം. അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ എക്സാംസ് അത്ര എളുപ്പമാവണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. ബട്ട് അതർവൈസ് അതായിരുന്നു നമ്മുടെ ഇന്നെ 2025 കട്ട് ഓഫ് എന്ന് പറയുന്നത്, 2025 കട്ട് ഓഫ്. 2026 ഇനി എക്സാംസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എക്സാംസ് ക്വാളിഫൈ ആയാലും അടുത്ത എക്സാമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം, അത്യാവശ്യം നല്ല അക്യുറസി ഉണ്ടായിരിക്കണം, ഒരു ലോങ് ടേം ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ, അതും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലല്ല, 4 ഏരിയാസ് ഉണ്ട്. ആ 4 ഏരിയസിൽ നല്ലപോലെ ഒരു എന്താ പറയുക ബേസ് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ എക്സാംസ് ഏറ്റവും നല്ലപോലെ ക്ലിയർ ചെയ്ത് അതിൻ്റെ അഡ്വാൻസ് എക്സാമിലേക്ക്, അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്, ശരിക്കും ഇതാണ് നമ്മുടെ ഡിസൈഡിങ് ഫാക്ടർ. സെക്കൻഡ് എക്സാം Tier 2, ആ ഒരു എക്സാംസ് നമുക്ക് നല്ലപോലെ എഴുതാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരിക്കലും Tier 1 മാത്രം പഠിച്ചിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. Tier 2 എക്സാമും എഴുതി അതിൽ നിന്നും നമ്മൾ ക്വാളിഫൈ ആയാൽ മാത്രം, അതും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോസ്റ്റ് കൂടി നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. അപ്പോൾ അതിന് എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് റാങ്കിങ്ങിലേക്ക് നമുക്ക് വരണമെങ്കിൽ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റും അലൊക്കേഷനൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും നല്ല റാങ്ക് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ആ റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് അത് നമ്മൾ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിനൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ പറഞ്ഞ കുറേ ചേഞ്ചസ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒന്ന് പഴയ ഓൾഡ് ഫോർമാറ്റ് വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓൾഡ് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസും ഓൾഡ് ഫോർമാറ്റ് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എഫക്റ്റ് ഉണ്ടാക്കും നമ്മളെ. അതുപോലെ ഇപ്പം നമുക്ക് ഓരോരോ ടോപ്പിക്സിൽ വരുന്ന വെയിറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാംസ് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേരും കമ്പ്യൂട്ടർ നോളജ് ക്വാളിഫൈങ് ആണെന്നൊരു ആംഗിളിൽ വിചാരിച്ചിട്ട് വിട്ടുകളയാറുണ്ട്. പക്ഷെ അങ്ങനല്ല, ഒരുപാട് പേർക്ക് നല്ല മാർക്കുണ്ടായിട്ട് പലരും പുറത്തായി പോകുന്നത് കമ്പ്യൂട്ടർ നോളജ് ആ ഒരു ഏരിയ മിസ്സാവുന്നതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയ SCGയിലേക്ക് വരുമ്പോൾ ടൈപ്പിംഗ് സ്കിൽസ് അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാറില്ലെങ്കിലും അത്യാവശ്യം സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്നവരും കുറച്ചൊരു ഷോർട്ട് ടേം പ്രാക്ടീസ് വഴി നമുക്ക് ആ ഒരു സ്കിൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈവൻ നമുക്ക് ആ സ്കിൽ ടെസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതിന് ചെറിയൊരു പ്രാക്ടീസ് എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടൈപ്പിംഗ് പ്രാക്ടീസ് അത് നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇപ്പം ഈ CGL എക്സാംസിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും വലിയൊരു ചേഞ്ചാണ് നമ്മൾ ഈ വർഷം കണ്ടത്, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷണൽ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് ഇനി ഓരോ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വെയിറ്റേജ് കൊടുത്ത് നമുക്ക് അതിനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ പറയുന്ന ഒരു ടാർഗറ്റ്, ആ ഒരു സ്കോർ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ കഴിഞ്ഞ കട്ട് ഓഫ് 137 ആയിരുന്നു. പക്ഷേ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ 152, 153 ഒക്കെ ആയിരുന്നു.
അപ്പോൾ നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു 160+ എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യണം. ലൈക്ക് ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക, 200 ഒരു 160+ എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കി അതിന് റെഡിയാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. അപ്പം ഈ ചേഞ്ചസും പലരും അറിയാതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ചേഞ്ചസ് നമ്മൾ അറിയണം. ഇനി വരാതിരിക്കുന്ന എക്സാംസിൽ ലൈക്ക് CHSലോ അങ്ങനെയുള്ള എക്സാംസിൽ എന്ത് ചേഞ്ചസ് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് CGL Tier 1 പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേണിൽ വ്യത്യാസമൊന്നുമില്ല. അതേ പഠിക്കാനുള്ള പഴയ ഏരിയസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ക്വസ്റ്റ്യൻസും അത് തന്നെ, മാർക്കും അത് തന്നെ. പക്ഷെ വ്യത്യാസം എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് പുതിയൊരു കാര്യം. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സബ്ജക്റ്റും എഴുതാൻ നമുക്ക് എത്ര സമയമുണ്ട്, 15 മിനിറ്റ് ഉണ്ട്. പക്ഷെ അത് Tier 1 മാത്രമല്ല വന്നിരിക്കുന്നത്, Tier 2 വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. Tier 2 എക്സാം പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ CGLന്റെ Tier 2 എക്സാം പാറ്റേൺ. നമ്മുടെ ഈ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. അതിലും സെക്ഷൻസിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതൊക്കെ സെഷൻസ് അതേപോലെ തന്നെ ഉണ്ട്, സെക്ഷൻസ് അതേപോലെ തന്നെ ഉണ്ട്. മോഡ്യൂളിൽ ഒരു വ്യത്യാസമില്ല. മോഡ്യൂൾ 1 മോഡ്യൂൾ 2 അതേപോലെ തന്നെ പോയിട്ടുണ്ട്. സബ്ജക്ട്സ് നോക്കിയാലും സബ്ജക്ട്സിൽ ഒരു വ്യത്യാസമല്ല, എല്ലാം അതേപോലെ തന്നെ. ഇനി ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കിയാലും അതിൽ നമുക്ക് കാണാൻ പറ്റും. മാത്സും റീസണിങ് 30 ക്വസ്റ്റ്യൻ വെച്ചാണ് എല്ലാത്തിനും 3 മാർക്കാണ് വരുന്നത്. അങ്ങനെ നമുക്ക് 30 × 3 90 മാർക്കാണ് നമുക്ക് അത് വരുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് 45 ക്വസ്റ്റ്യൻ ഉണ്ട്. 45 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വെച്ച് 135 മാർക്ക് വരുന്നുണ്ട്. അതുപോലെ 25 × 3 75 മാർക്ക് വരുന്നുണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഏരിയയിൽ നിന്ന് നമുക്ക് 20 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വെച്ച് നമുക്ക് 60 മാർക്കാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞ Tier 1 മാത്രമല്ല Tier 2 ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ആ സബ്ജക്റ്റിന്റെ നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, വിത്തിൻ ദ ടൈം ബൗണ്ട് നമുക്ക് ആ സംഭവം അപ്ലൈ ചെയ്ത് ആ സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനും പറ്റണം, എഴുതാനും പറ്റണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമുക്ക് നേരത്തെ ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് 1 മണിക്കൂർ സമയമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾക്ക് മാത്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്സ് പെട്ടെന്ന് തീർത്തിട്ട് റീസണിങ്ങിന് കൂടുതൽ സമയം കൊടുക്കായിരുന്നു. പക്ഷേ ഇനി അത് പറ്റത്തില്ല. മാത്സിന് 30 മിനിറ്റ്, റീസണിങ്ങിന് 30 മിനിറ്റ് ആണ് വരുന്നത്. അതുപോലെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും അവിടെ വരുമ്പോഴും ഇംഗ്ലീഷിന് 40 മിനിറ്റും GKക്ക് 20 മിനിറ്റും, 25 ക്വസ്റ്റ്യൻ GK എഴുതാൻ 20 മിനിറ്റ് സമയം ഇനി അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ കമ്പ്യൂട്ടർ നോളജിലേക്ക് വരുമ്പോൾ 15 മിനിറ്റ് അത് നമുക്ക് നേരത്തെ തൊട്ടേ ഉള്ളതാണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ അത് ക്വാളിഫയിങ് ആണ്. പിന്നെ നമ്മുടെ യൂഷ്വൽ ടൈപ്പിംഗ് ടെസ്റ്റ്, ഡാറ്റ എൻട്രി ടാസ്ക്, അതും 15 മിനിറ്റ്, അതും ക്വാളിഫയിങ് തന്നെയാണ്. അപ്പോൾ വ്യത്യാസങ്ങൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. കഴിഞ്ഞ വട്ടത്തെ SSCയുടെ കലണ്ടർ, എക്സാമിൻ്റെ കലണ്ടർ, നമ്മുടെ ഈ 2026 ഈ PV വർഷത്തെ എക്സാമിൻ്റെ കലണ്ടർ എടുത്താൽ നമ്മുടെ CGLന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരായിരുന്നത് മാർച്ചിലായിരുന്നു. മെയിലാണ് എക്സാം നടക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ജൂലൈ, ഇതൊരു എക്സാം നടന്നിട്ടില്ല. എക്സാം അവർ പറഞ്ഞതിനനുസരിച്ചാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നത്. അപ്പം മാർച്ചിൽ വിളിക്കേണ്ടിയ നോട്ടിഫിക്കേഷൻ വന്നത് മെയ് അവസാനമായപ്പം അതിൻ്റെ എക്സാംസ് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം എന്തൊക്കെ കാരണം കൊണ്ട് ആ നോട്ടിഫിക്കേഷൻസ് ഡിലേ ആയി. അത് കുറച്ച് പേർക്കെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അടുത്ത വർഷം കലണ്ടർ വരുമ്പം ഈ കലണ്ടറിലെ എക്സാമിൻ്റെ ആ ഒരു ലിസ്റ്റ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ആവും. ആ ഒരു എക്സാമിൻ്റെ സമയം അവർ കൊടുക്കും, നോട്ടിഫിക്കേഷൻ വരുന്നതായാലും എക്സാം നടക്കുന്നതായാലും. അപ്പോൾ അവർ കൊടുക്കുന്ന സമയത്ത് ഈ വർഷത്തെ അതേപോലത്തെ ഒരു ടൈമിംഗ് ആയിരിക്കും അടുത്ത വർഷം കൊടുക്കാൻ പോകുന്നത്. ഈ മാസങ്ങളിൽ ഈ എക്സാം കാണും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ CGLന്റെ നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞ പോലെ ഈ വർഷം പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷത്തെ CGLന്റെ എക്സാം മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ഇനി എത്ര സമയം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ മാർച്ച് നോട്ടിഫിക്കേഷൻ വരുവാണ്, മെയിൽ എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയം നമ്മൾ നോക്കിയാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, 10 മാസം. അതിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി എടുക്കുന്നത് 8 മാസം. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ 8 മാസം സമയമേ ഉള്ളൂ. ഈ 8 മാസം കഴിഞ്ഞ് 10 മാസം നമുക്ക് എക്സാം വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഈവൻ എക്സാം കുറച്ചുകൂടി നേരത്തെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സമയം കിട്ടത്തില്ല. പക്ഷെ ഒരുപാട് നേരത്തെ ആക്കാൻ സാധ്യതയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നേരത്തെ ആക്കിയാൽ പോലും 1 മാസമൊക്കെ നേരത്തെ ആക്കാനേ സാധ്യതയുള്ളൂ, അതിൽ കൂടുതലാകത്തില്ല. അപ്പം അങ്ങ് എങ്ങനെ നോക്കിയാലും നമുക്കൊരു 8 മാസമാണ് ഇനി ഉള്ളത്. നമുക്ക് പലർക്കും തോന്നാറുണ്ട് ഈ അടുത്ത CGL കഴിഞ്ഞാൽ പിന്നെ 1 വർഷം സമയം ഉണ്ടല്ലോ അടുത്ത CGLന് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ വർഷത്തെ CGL ഡിലേഡ് ആണ്. അപ്പോൾ അടുത്ത വർഷം അവർ കറക്റ്റായിട്ട് തന്നെ നടത്തണം, വേറെ കംപ്ലയിൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ല, ഡേറ്റ് മാറ്റി വെക്കുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി അവർക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ ഈ വർഷത്തെ പോലെ തന്നെ അവർ നടത്താൻ തീരുമാനിച്ചാൽ ഇനി 8 മാസം സമയമേ ഉള്ളൂ അടുത്ത CGLന്റെ നോട്ടിഫിക്കേഷൻ വരാൻ. അതും നമ്മുടെ CGLന്റെ എക്സാം കഴിയുന്നതിന് മുമ്പേ നമ്മളിത് പറയുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതാണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞ പോലെ ഇനി 8 മാസം സമയമുള്ളെങ്കിൽ അതിൽ 6 മാസമെങ്കിലും നമുക്ക് സിലബസ് കവർ ചെയ്യാൻ വേണം. പിന്നെ 2 മാസം
നമുക്ക് അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണം. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചിട്ടിരിക്കുകയായിരിക്കും. പിന്നെ ഒരു 1.5 മാസത്തോളം നമുക്ക് സമയം കിട്ടുമായിരിക്കും എക്സാമിന് മാക്സിമം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അത് ശരിയാക്കി എടുക്കണം. സോ ഈ ഒരു രീതിയിലായിരിക്കണം ഇനി നമുക്ക് പോകേണ്ടത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരുപാട് പേരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം. ഈ വർഷത്തെ എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു വർഷം കാണുമല്ലോ ആ എക്സാമിന് വേണ്ടി എന്നായിരിക്കും പലരും ആലോചിക്കുന്നത്. ഈ വർഷത്തെ എക്സാം ഡിലേഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നോട്ടിഫിക്കേഷൻ ഡിലേഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അവിടെയും പറഞ്ഞേക്കുന്നത്. ഈ ഒരു കാര്യമാണ് ഞാനിപ്പം എടുത്ത് പറഞ്ഞത്. ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ഈ വട്ടം കുറേ കംപ്ലയിൻസ് ഒക്കെ നടന്നു, കുറേ സെർവർ ഇഷ്യൂവും അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ ഇനി അടുത്ത വർഷം വരാതിരിക്കാൻ അവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡിലേ ആയതും പിന്നെ മുമ്പുള്ള എക്സാംസ് പ്രശ്നമായതും ഈ എക്സാംസ് ഡിലേ ആയതും ഒക്കെ തന്നെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വളരെ കുറച്ച് സമയം ഇനി ബാക്കിയുള്ളൂ. സോ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യില്ല, അതിന് മുമ്പേ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, സിലബസ് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ കലണ്ടറിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ SSC CGLന്റെ SSCയുടെ ഈ വർഷത്തെ എക്സാമിന്റെ ടെൻറ്റേറ്റീവുകളുണ്ട്. നമ്മുടെ CGLന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരായിരുന്ന മാർച്ചിലാണ്, എക്സാം നടക്കായിരുന്ന മെയ്യിലും. പക്ഷെ ഇപ്പം മാർച്ചിൽ വരേണ്ടതിന് പകരം വന്നത് മെയ് അങ്ങ് അവസാനമായപ്പോഴാണ് വന്നത്. അതിന്റെ ഡേറ്റ് ക്ലോസ് ആയത് ജൂണിലാണ് ഡേറ്റ് ക്ലോസ് ആയത്. അതിനുശേഷം ഇപ്പം നമുക്ക് എക്സാം നടക്കാം എന്ന് പറഞ്ഞേക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാം നടക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ വർഷത്തെ അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഈ വർഷം പാസ് ഔട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് ഇനി CHSL എക്സാം ഉണ്ട്. അതുപോലെ നമ്മുടെ CHSL എക്സാം നേരത്തെ പറഞ്ഞ പോലെ നടത്തുന്നെങ്കിൽ നമുക്കത് ജൂലൈയിൽ നടന്നേനെ. ഈ വർഷം പാസ് ഔട്ട് ആയവർക്കൊക്കെ ഈ വർഷത്തെ എക്സാം നല്ലപോലെ എഴുതാൻ പറ്റത്തില്ലായിരുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു സമയം കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ MTSന്റെ എക്സാം അതും ഈ പറഞ്ഞ പോലെ ജൂണിൽ നോട്ടിഫിക്കേഷൻ വരായിരുന്നേ. ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ വരാൻ നല്ല സമയം എടുക്കും. പിന്നെ യൂണിഫോം പോസ്റ്റൊക്കെ നോക്കുന്നവർ, SIയുടെ പോസ്റ്റ്, കോൺസ്റ്റബിളിന്റെ പോസ്റ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഇനിയുള്ള എക്സാംസ് പഠിക്കാൻ നല്ല സമയമുണ്ട്. ആക്ച്വലി എന്നുള്ള ഒരുപാട് സമയമുണ്ട്. ഇനി 6 മാസം 8 മാസം സമയം അവർക്ക് അവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു എക്സാംസിന് വേണ്ടി. സോ ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്യുക. ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അടുത്ത വർഷം CGLന് ഫോക്കസ് ചെയ്യുന്നവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 8 തൊട്ട് 10 മാസം മിനിമം നമുക്ക് വേണം ഈ ഒരു സീരിയസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു എക്സാംസ് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ നിങ്ങളുടെ ടാർഗറ്റ് 2027 CGLന്റെ എക്സാമിന് വേണ്ടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഡേ എന്നാന്ന് ചോദിച്ചാൽ അത് ഇന്ന് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ഡേ ഇന്ന് തന്നെയാണ്. ടുഡേ ഇന്നാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു അടുത്ത വർഷത്തെ എക്സാംസിന് വേണ്ടി. നമ്മുടെ ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് 2027 ഈ പറഞ്ഞ ടൈം ലൈൻ പോലെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സമയം കിട്ടത്തില്ല. ഈ സബ്ജക്ട്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ഈ ഓരോ സബ്ജക്ട്സിലും അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. അത് എന്ന് തുടങ്ങും, എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് അത് കറക്റ്റായിട്ട് കൊണ്ടുപോവുക. ഇപ്പോഴത്തെ പുതിയ പാറ്റേൺസിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യുക. സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് വേണം. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് അല്ലെങ്കിലും ഉണ്ട്. അതിന് നമ്മൾ റെഡി ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് ആണ്. ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ഒരു എക്സാംസ് ഒക്കെ ഇത്രയും നാൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് മോക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു പുതിയ പാറ്റേൺ അല്ലെങ്കിൽ പുതിയൊരു രീതിയായിരിക്കും. സോ അതും ഫെമിലിയർ ആകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പുതിയ മെത്തേഡ്സ് ഒക്കെ, പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യുക, മെത്തേഡ്സ് ഒക്കെ ഫെമിലിയർ ആകുക, അതിലൊക്കെ മാസ്റ്റർ ആകുക എന്നുള്ളതാണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ 2027 വരുമ്പോൾ നമുക്ക് എങ്ങനെയായാലും 12,000+ വേക്കൻസീസ് അടുത്ത വർഷവും കാണാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് തന്നെ നമുക്ക് എല്ലാ വേക്കൻസീസും 12,000+ ഉണ്ട്. അപ്പം അടുത്ത വർഷം നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ എക്സാംസ് ഈ ഒരു പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ഡിസംബർ തൊട്ടെങ്കിലും മോക്ക് ടെസ്റ്റുകൾ തുടങ്ങുക എന്നുള്ളത് പ്ലാൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മളിപ്പം പറഞ്ഞ പോലെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ആ ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ കൊണ്ടുപോകുക. അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിലൊരു മാറ്റങ്ങളും വരില്ല. പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും വളരെ സ്മാർട്ടായിട്ടായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയാസിന് ഒരുപാട് സമയം കളയാതിരിക്കുക. കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഏത് ടോപ്പിക്സാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ മാത്സ് ഒക്കെ എടുത്താൽ മെൻസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് മനസ്സിലാക്കുക. ജസ്റ്റ് എക്സാമിൽ വന്ന ചേഞ്ചസ് മാത്രമല്ല, ഈ എക്സാമിലെ സബ്ജക്ട്സിൽ ടോപ്പിക്സിൽ വരുന്ന ചേഞ്ചസ് പോലും, ലൈക്ക് ചില ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുന്നു, ചില ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ നിന്ന് പ്രിപ്പറേഷനൊക്കെ നിന്ന്. അപ്പോൾ അതും കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അവിടെ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കുക. സോ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിന് വേണ്ടിയുള്ള
പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാളെയല്ല ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഒട്ടും വെയിറ്റ് ചെയ്യാതിരിക്കുക. അടുത്തൊരു 8 മാസം ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ആ സൈക്കിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആ സൈക്കിൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക, ഷെഡ്യൂൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ ഡെഫിനറ്റ്ലി നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും നമുക്കറിയാവുന്ന ക്ലിയർ ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. ഡെഫിനറ്റ്ലി 12,000 വേക്കൻസി ഉറപ്പായിട്ട് ആരോ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫില്ല് ചെയ്യുന്നതിൽ ഒരാൾ നമ്മളാവണം എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അടുത്ത വർഷത്തെ ഗോളിന് വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എൻ്റെ ഈ വർഷത്തെ എന്താ പറയുക, നമ്മുടെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ വർഷം ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് എൻട്രിയിലും ഈ പറഞ്ഞ SSCയുടെ CGL എക്സാംസിന് വേണ്ടിയും SSCയുടെ എക്സാംസിന് വേണ്ടി ഈവൻ ബാങ്ക് റെയിൽവേ എക്സാംസിന് വേണ്ടിയൊക്കെ തന്നെ നമുക്ക് ബാച്ചസ് ഉണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ബാച്ചസ് ആണ് വരുന്നത്. അവിടെ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ ഉണ്ട്. അതുകൂടാതെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ക്വിസുകൾ, ഇ ബുക്കുകൾ, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആപ്പിൽ എയുടെ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടി ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ഒരു പാക്കേജ് നമുക്ക് ഈ പറഞ്ഞ എക്സാം നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു CGL ആയാലും CSL ആയാലും MTS ആയാലും GD ആയാലും ഈവൻ ഞാൻ നേരത്തുള്ള ബാങ്ക് SSC എക്സാംസിന് വേണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ബാച്ചസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിലോ അറിയണമെങ്കിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഏറ്റവും നല്ലപോലെ വരായിരിക്കുന്ന എക്സാംസിന് വേണ്ടി. സോ 2027 CGLൻ്റെ എക്സാം, അതും അതിൽ ഏത് പോസ്റ്റ് വേണം എന്നുള്ളത് അടക്കം പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും വിഷ് ചെയ്യുന്നു. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ചാനലും ഫോളോ ചെയ്യുക, അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു.